മഴ തോരും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൈജയന്തി ശിവൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, എന്നാലും എൻ്റെ ഈ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ബാലചന്ദ്രൻ. ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല, എനിക്ക് പോകാൻ തോന്നുന്നില്ല. പക്ഷേ ആ വീട്ടിൽ നിന്ന് എൻ്റെ സമാധാനം മൊത്തം പോകും. എനിക്കൊരു ആശ്വാസ വാക്ക് പറയാൻ പോലും ആ വീട്ടിൽ എനിക്ക് ആരുമില്ല എന്ന് പറയുകയാണ്. എന്നാലും അവരെ കള്ളക്കളി ഞാൻ എങ്ങനെയായിരുന്നാലും മനസ്സിലാക്കും, അത് ഞാൻ പൊളിച്ചടക്കിയിട്ടേ ഉള്ളൂ എന്ന് വൈജയന്തി ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാലും എന്തായിരിക്കും നമുക്കറിയില്ലല്ലോ അവൻ്റെ ഈ പ്ലാൻ. അവനാണെങ്കിൽ എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് നോക്കാം, അതുപോലെ നമുക്ക് നോക്കാം. നീ എന്തു വെച്ചാലും നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് വൈജയന്തിയെ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് പോകുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും നീ എങ്ങനെയാണ് അവിടെ സഹിച്ച് കഴിയുന്നത്? നിൻ്റെ വീട്ടിലല്ലേ ഇപ്പോൾ അവളും നിൽക്കുന്നേ. ഇപ്പം അവൾക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ അത്, ബാലചന്ദ്രൻ്റെ മകളാകുമ്പോഴത്തേക്കും. നീ വിഷമിക്കരുത്, എന്തായാലും എല്ലാത്തിനും ഒരു മാർഗമുണ്ട് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നാലും എനിക്ക് എന്ത് ചെയ്യാനാവും, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. എന്നാലും നീ അവളുടെ അടുത്ത് ഇത്രയും ദേഷ്യത്തിലൂടെ ആദ്യമേ പെരുമാറേണ്ടിയില്ലായിരുന്നു. എന്തായാലും അവൻ്റെ ഈ മനസ്സിൻ്റെ ഇരിപ്പ് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അലീന ആടുന്ന സത്യം ഇപ്പം നമുക്ക് അറിഞ്ഞപ്പോഴല്ലേ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുകയാണ് മുത്തശ്ശി. അവരാരും ചിന്തിക്കുന്നത് ഇങ്ങനെ ആവില്ലല്ലോ എന്നും പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത് വൈജയന്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ. അതുപോലെ തന്നെ അവരുടെ സഹോദരന്മാരും അതുപോലെ തന്നെയാണ്. എന്തായാലും അലീനയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, ആ വീട്ടിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിലാണ് നിൽക്കുന്നത് വൈജയന്തി. വൈജയന്തി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ വീട്ടിൽ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ അവൾ അവിടെ നിൽക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, അല്ല എങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകും എന്നും പറയുന്നുണ്ട് വൈജയന്തി. നീ ഒന്നും മനസ്സുകൊണ്ട് വിഷമിക്കല്ല്, ബാലചന്ദ്രൻ ഇങ്ങനത്തെ ആളെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ, ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും, നീ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് മുത്തശ്ശി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ആരെന്തൊക്കെ പറഞ്ഞിരുന്നാലും നീ എൻ്റെ ജീവിതത്തിൽ പണ്ടത്തെ വൈജയന്തി ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു ഓർപ്പിക്കുന്നുണ്ട് വൈജയന്തി. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ അടുത്ത് പോയി പറയുന്നുണ്ട്, എന്നെ ചവിട്ടി അഴിച്ചവളാണ് അവൾ, എന്തായാലും എൻ്റെ ജീവിതം നശിപ്പിച്ചവൾ, ആ കുടുംബക്കാർ എല്ലാവരും കൂടെ ഈ ചതിയിലേക്ക് കൊണ്ടുവിട്ടില്ലേ. ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചോ, എന്നെ ചതിക്കുകയായിരുന്നില്ലേ അവൾ, എന്നിട്ടിപ്പോൾ എന്നെ കുറ്റം പറയുന്നു അവരുടെ കുടുംബക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, എല്ലാത്തിനും ഒരു മാർഗം ഉണ്ടാവും എന്ന് അലീന പറയുന്നുണ്ട്. എന്തായാലും എന്നെ ഇത്രയും വഞ്ചകയല്ലേ, എന്നെ ഇത്രത്തോളം അവൾ ഇപ്പോഴും ഒരു സ്നേഹമെന്നുള്ള വാക്ക് പോലും ഇല്ല, ഈ വീടിനകത്ത് എന്നെ ഒരു അടിമയെ പോലെ അവൾ ഇട്ടിരുന്നത്. അതുപോലെ തന്നെ ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ മുതലാണ് എനിക്കിപ്പോൾ ഒരു ധൈര്യം വെച്ച് തുടങ്ങിയത് തന്നെ. കാര്യം എന്തെന്നാൽ എന്നെ അത്രയ്ക്ക് ഒരു ബഹുമാനമില്ലാത്തവളായിരുന്നു. അതുപോലെ തന്നെയാണ് വീട്ടുകാരും. ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നത്, അവരുടെ കയ്യിലിരിപ്പും മനസ്സിരിപ്പും എല്ലാം. ഇവിടെ കയ്യാങ്കളിക്ക് വന്നവരല്ലേ അവർ ഇതും അടിക്കില്ല, അതിനപ്പുറവും അടിക്കില്ല. നിൻ്റെ ജീവൻ നീ നോക്കിക്കോണം എന്ന് വെച്ചാൽ ആപത്താണ്. കാര്യം എന്ത് ചെയ്യാൻ മടിക്കാത്തവരാ അവരെ എന്നും പറയുന്നുണ്ട് ബാലചന്ദ്രൻ അലീനടുത്ത്. അലീന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതല്ലേ പ്രശ്നം, ഞാൻ പോവാം, അത് ഒരിക്കലും നടക്കില്ല, അത് സമ്മതിക്കുകയില്ല ഞാനെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ഞാൻ ഈ വീട്ടിൽ വരികയാണെങ്കിൽ അവൾ ആ വീട്ടിൽ നിന്ന് പോയിട്ടേ ഞാൻ ഇനി വരികയുള്ളൂ. മുത്തശ്ശിയെ കാണുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും അമ്മ അവിടെ ഉണ്ടായിരുന്ന ഒരു അലീനയല്ല ഇപ്പോൾ അവളവിടെ, ഇപ്പം ബാലചന്ദ്രൻ്റെ മകളല്ലേ, അധികാരം കൂടുതലെടുക്കാൻ തുടങ്ങി, ഞാനാ ഇപ്പോൾ അവിടുത്തെ വേലക്കാരി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സങ്കടത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട, നീ തന്നെയാണ് നമ്മുടെ മോള്, നീയാണ് നമ്മുടെ ഈ വീട്ടിൽ നീ വന്നാലും നമ്മൾ നല്ലതുപോലെ സ്വീകരിക്കും നിന്നെ, അതുകൊണ്ട് നീ വിഷമിപ്പിക്കേണ്ട കാര്യമേ ഒന്നും തന്നെ ഇല്ല എന്നും പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ ശിവൻ പറയുന്നുണ്ട്, നമുക്ക് എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് ഒരിക്കൽ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്, വന്ന് അലീനയെ ആദ്യം നമുക്ക് പുറത്താക്കണം, അതാദ്യം ചെയ്യേണ്ടത്, അത് അവ അറിയേണ്ട കാര്യമില്ല എന്ന് ശിവൻ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തായാലും നീ ഈ വീട്ടിൽ നിന്ന് പോയ നിമിഷം മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ
അഹങ്കാരം ഉണ്ടാകാൻ തുടങ്ങിയത്. കാര്യം എന്തെന്നാൽ അവളടുത്ത് എന്തെങ്കിലും ഒരു ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. ആ ഒരു ധൈര്യം കിട്ടിയത്.